ഇന്ത്യ സഖ്യത്തിനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം. 315 വോട്ടുകൾ അവകാശപ്പെട്ട പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. വോട്ട് ചോർച്ച ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് എന്ന റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ മുന്നണിയിൽ കൂടുതൽ പ്രതിസന്ധിക്ക് വഴിവെച്ചേക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ബീഹാറിലെ തെരഞ്ഞെടുപ്പൊക്കെ ചില ഇടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഉണ്ടായ വോട്ട് ചോർച്ച അത് ഇന്ത്യ സഖ്യത്തെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി NDA BJP ഒരു വിഷയമാക്കി ഉയർത്തുന്നുണ്ട്. ഈ അസാധുവായ വോട്ടുകളുമൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം ഏറ്റെടുത്ത് പ്രചാരണം ശക്തമാക്കുന്നുണ്ട് BJP. എത്രത്തോളം പ്രതിസന്ധിയിലാവുന്നുണ്ട് ഇന്ത്യ സഖ്യം, ബൽറാം? സ്മിത, റീജിത്ത്, 2 മാസങ്ങൾക്കപ്പുറം ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. അത് കഴിഞ്ഞ് മാസങ്ങൾക്കപ്പുറം കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും നിലനിൽക്കെ ഈ പ്രതിപക്ഷ ഐക്യത്തിന് പുതിയ ഊർജ്ജം നൽകുന്നതായിരുന്നു ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും ഒപ്പം തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നിരയ്ക്കുള്ളിൽ രൂപം കൊണ്ട ഒരു ഐക്യം എന്നുള്ളത്. എന്നാൽ അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം. ഇത്തവണ പതിവില്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം പ്രവർത്തിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, ആം ആദ്മി പാർട്ടി അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ പിന്തുണച്ചിരുന്നു. ഈ നിലവിലെ കണക്കുകൾ അനുസരിച്ച് പ്രതിപക്ഷത്തിന് 324 വോട്ടുകൾ ഇരു സഭകളിലുമായി ഉണ്ട്. ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 324 വോട്ടുകൾ പ്രതിപക്ഷത്തിന് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. വിജയം NDA സ്ഥാനാർത്ഥിക്കാണെങ്കിലും ആ വോട്ടുകളെല്ലാം ഒരുമിച്ച് വീഴ്ത്താൻ കഴിഞ്ഞാൽ, ഒറ്റക്കെട്ടായി വീണാൽ അതൊരു വലിയ രാഷ്ട്രീയ സന്ദേശം തന്നെ നൽകാൻ കഴിയും എന്നായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ കണക്കുകൂട്ടൽ. ഈ 324 വോട്ടുകൾ ഉണ്ട് എന്നിരിക്കെ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം കഴിഞ്ഞ ദിവസം ജയറാം രമേശ് പ്രതികരിച്ചത് 315 പ്രതിപക്ഷാംഗങ്ങൾ പോൾ ചെയ്തു എന്നും ആ വോട്ടുകളിൽ ഒന്നുപോലും പുറത്തു പോകില്ല എന്നുള്ളതുമായിരുന്നു. എന്നാൽ ഫലം വരുമ്പോൾ 300 വോട്ടുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതേസമയം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് 452 വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 15 വോട്ടുകൾ അസാധുവായി പോയിരിക്കുന്നു. പ്രതിപക്ഷം ഈ 15 വോട്ടുകളും തങ്ങളുടെ ഭാഗത്തു നിന്നാണ് അസാധുവായത് എന്ന ന്യായീകരണം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇരുപക്ഷത്തു നിന്നും ഇത്തരത്തിൽ അസാധുവാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ BJP തങ്ങൾക്ക് 15 വോട്ടുകൾ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ക്രോസ് വോട്ടിംഗായി ലഭിച്ചു എന്ന അവകാശവാദവും ഉന്നയിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ വോട്ടുകൾ ചോർന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പ്രാഥമികമായി ലഭിച്ച റിപ്പോർട്ടുകൾ അത് മഹാരാഷ്ട്രയിൽ നിന്ന് CP രാധാകൃഷ്ണൻ ഗവർണറായി പ്രവർത്തിച്ചു വരുന്ന മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേന അംഗങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ തമിഴ്നാട്ടിൽ നിന്നും വോട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി മറിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതൊരു രഹസ്യ ബാലറ്റ് ആയത് കൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ധാരണയിൽ എത്തി എന്ന BJPയോ ആണ് അവകാശപ്പെടേണ്ടത്. നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത് എങ്കിലും പ്രതിപക്ഷ നിരയുടെ ആത്മവിശ്വാസം, കെട്ടുറപ്പ് അതിനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ബാധിക്കുമെന്ന് ഉറപ്പാണ്. വോട്ട് ചോർച്ച സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് വരും മണിക്കൂറുകളിൽ മുന്നണി കടക്കും എന്നുള്ളതും ഉറപ്പാണ്. റീജിസ്മിത. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.